കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് പറഞ്ഞ വിശേഷത്തിന്റെ ബാക്കി വിശേഷമായിട്ടാ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നേ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-1.5 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം കാണാൻ പോന്നെ സച്ചി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്താണ് കടയിൽ നിന്ന് പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ആ പയ്യൻ അങ്ങോട്ട് വരുന്നേ. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പൊ സച്ചി ചോദിച്ചു, ഇതെന്താടാ ഇത്ര സാധനങ്ങളോ? ഇത് നിനക്ക് വീട് മാറിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് തന്നെയുള്ള സാധനങ്ങളല്ലേ നീ കൊണ്ടുവന്നേന്ന് ചോദിക്കും. അത് സച്ചിയേട്ടാ, ഞാൻ ഇങ്ങോട്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നേന്ന് പറയണേ. ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് വന്നു. എന്താണ് സച്ചി? അച്ഛാ, ഇതെല്ലാ മാസം മേടിക്കുന്നേക്കാളും കൂടുതൽ സാധനം ഉണ്ടെന്ന് തോന്നല്ലോ. ഏയ്, അത് നിനക്ക് തോന്നായിരിക്കും. അല്ലടാ, ഈ കൂടെ അരി കണ്ടില്ലല്ലോ. അരി ഞാൻ കൊണ്ടുവരാം, എടുത്തോണ്ട് വരാൻ പുറത്തിരിപ്പണെന്ന് പറയണം. ശരി ശരി. പക്ഷെ എങ്കിൽ സച്ചിക്ക് ഒരു സംശയം. സച്ചി ചോദിച്ചേടാ, എത്ര രൂപയെ സാധനത്തിനല്ല? 7500 രൂപ. 7500 രൂപയോ? അതെങ്ങനെ വന്നടാ? എല്ലാ ദിവസവും 10-4000 രൂപയ്ക്കുള്ളിൽ തന്നെ ഇരിക്കണതല്ലേ, ഇതെങ്ങനെ 7500 രൂപ സാധനത്തിന്? എടാ, അതിന് മാത്രമുള്ള സാധനത്തിന് ലിസ്റ്റ് എങ്ങനെയാ വന്നേന്ന് ചോദിക്കുക. അതൊന്നും എനിക്ക് അറിയത്തില്ല സച്ചിയേട്ടാ. ദേ, നിനക്ക് കണക്ക് തെറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ അത് വേറെ എങ്ങോട്ടെങ്കിലും ഉള്ള സാധനമായിരിക്കും. നീ ഇങ്ങോട്ട് തരാൻ ലിസ്റ്റും തരാൻ പറയണം. അങ്ങനെ ലിസ്റ്റും കൊടുത്തു. ദേ, സുധിയേട്ടൻ കൊണ്ട് ഏൽപ്പിച്ച ലിസ്റ്റാണ്. ഇത്ര സാധനങ്ങൾ വേണമെന്നും പറഞ്ഞോണ്ട് അതാ ഇത്ര സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയാണ്. പിന്നീട് ആ പയ്യൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം സച്ചി ഓർത്തേ, ഇത്രയും വലിയ ലിസ്റ്റോ? ഇതെന്താ ഒന്നും മനസ്സിലാകുന്നല്ലോ. സച്ചി പതുക്കെ അതിനകത്ത് നിന്ന് ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുത്ത് നോക്കണം. ഈ സമയം രേവതിയും ചന്ദ്രമതിയും കൂടെ അങ്ങോട്ട് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സച്ചി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ഉഴുന്ന് എല്ലാം ഉണ്ട്. ഉഴുന്ന, കടല, പരിപ്പ്, അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ എല്ലാം മാറ്റി മാറ്റി വെക്കുവാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മനസ്സിലാകുന്നില്ലേ. ഇതെന്താ കൂടുതലുണ്ടല്ലോ സാധനങ്ങൾ. രേവതി, നീ കൂടുതലായിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തതെന്ന് ചോദിക്കും. ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനാണ്, എന്നിട്ട് ഒലീവ് ഓയിലോ? ഇതെന്ത് സംഭവം? സച്ചിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. അതിന്റെ വില കണ്ടപ്പോ തന്നെ സച്ചിയുടെ കണ്ണു തള്ളി. അച്ഛാ, ഇതെന്തോ ഓയിൽ അച്ഛാന്ന് ചോദിക്കുകയാണ്. എന്താടാ ഇങ്ങനെ നോക്ക്, ഒലീവ് ഓയിൽ എന്തോ. ഇതാരാ അച്ഛാ ഈ ഓയിലൊക്കെ ഇവിടെ ഉപയോഗിക്കുന്ന ചോദിക്കുക. എടാ, ഇത് നമ്മുടെ ഇവിടെ ഒന്നും ആരും ഉപയോഗിക്കാറില്ല, പുറത്തുള്ളവരൊക്കെയാ കൂടുതലായിട്ട് ഈ ഓയിൽ ഉപയോഗിക്കുന്നു പറയാം. അപ്പൊ രേവതിയോട് ചോദിച്ചു, എന്താ നീ എങ്ങനെ ഈ ഓയിൽ ഓർഡർ ചെയ്തെന്ന് ചോദിക്കാം. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കാച്ചി എണ്ണ തലയിൽ തേക്കാറുള്ളേ. അത് മാത്രമല്ല, അതൊക്കെ നല്ല ആട്ടിയ എണ്ണ അമ്മ തന്നുവിടുന്നാന്ന് പറയണു. അങ്ങനെ വരട്ടെ. പിന്നെ ഈ എണ്ണ ആരാ ഉപയോഗിക്കുന്നത്? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതേ, അത് ശ്രുതി പറഞ്ഞായിരിക്കും എന്ന് പറയോ. അങ്ങനെ വരട്ടെ കാര്യങ്ങൾ. സച്ചിക്ക് പിന്നെ സംശയം. സച്ചി പെട്ടെന്ന് അതെടുത്ത് നോക്കുകയാണ്. അതിനകത്തുനിന്ന് കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അങ്ങനെ കുറെ സാധനങ്ങൾ, ബദാം എന്ന് വേണ്ട അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് തന്നെയുണ്ട് 10,800 രൂപയുടെ സാധനങ്ങൾ. ഇതെന്താ ഇവിടെയാണെങ്കിൽ 10-100 ഗ്രാം മേടിക്കുന്ന അല്ലാതെ ഇത് കിലോ കണക്കിനല്ല മേടിച്ചു വെച്ചേക്കുന്നത്. ഇതെന്താ അച്ഛാന്ന് ചോദിക്കാം. രവീന്ദ്രൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറയണേ. ചന്ദ്രമതി പറഞ്ഞു, ഇതൊക്കെ ശ്രുതി പറഞ്ഞിട്ട് മേടിച്ചേക്കുന്നതാണല്ലോ. ഓഹോ, അങ്ങനെ വരട്ടെ. അപ്പൊ ശ്രുതിയാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത്, കിലോ കണക്കിന് വാങ്ങിച്ചിരിക്കുന്നല്ലേ, വെറുതെ അല്ലേ 7,500 രൂപയായത്. പെട്ടെന്ന് സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ശ്രുതി മുറിയിലുണ്ടായിരുന്നു. ആ കഥയിൽ അങ്ങോട്ട് മുട്ടാൻ പോവാ. രേവതി പറഞ്ഞു, വേണ്ട സച്ചിയേട്ടൻ ഇങ്ങോട്ട് വരാൻ പറയണം, നീ അങ്ങോട്ട് വിട്ടേന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. കഥയിൽ അങ്ങോട്ട് മുട്ടി. ചന്ദ്രമതി ചോദിച്ചു, നീ എന്താടാ കാണിക്കാൻ പോണെന്ന് ചോദിക്കുക. അതെന്താന്ന് ഇപ്പൊ കണ്ടോളാൻ പറയണം. അങ്ങനെ ശ്രുതിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് ലിസ്റ്റ് കാണിച്ചിട്ട് ചോദിച്ചു, അല്ല ഇതൊക്കെ നിങ്ങളാണോ ഓർഡർ ചെയ്തതെന്ന് ചോദിക്കണം. ശ്രുതി പറഞ്ഞു, അതെ ഞാനാ പോയി ഓർഡർ കൊടുത്തേ, ഇത് ശ്രുതിക്ക് വേണ്ടിയിട്ടാന്ന് പറയണം. ഇത് കേട്ടോ സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഓഹോ, ഇവിടെ എന്നെ കിലോ കണക്കിനാണോ ഇപ്പൊ കശുവണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നത് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാ വാങ്ങിച്ചതെന്ന് പറയണം. എല്ലാവർക്കും വേണ്ടിയിട്ടോ? അച്ഛാ, ഇതിനു മുമ്പ് നമ്മൾ ഇതൊക്കെ വാങ്ങിച്ചത് തിന്നിട്ടാണോ നമ്മൾ ഇങ്ങനെ ആരോഗ്യം വെച്ചിരിക്കണേന്ന് ചോദിക്കണം. ഇല്ല. അല്ല, അച്ഛൻ ഇത്രയും കാലം ജോലി ഉണ്ടായിരുന്നല്ലോ, അച്ഛൻ ഇതൊക്കെയാണോ കിലോ കണക്കിന് ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നേന്ന് ചോദിക്കുക. എടാ, ഇതൊക്കെ നമ്മൾ വല്ല പായസത്തിനകത്ത് ഇടാനും അങ്ങനെയൊക്കെ ആവശ്യത്തിനല്ലേ മേടിക്കാറുള്ളൂ, അല്ല നമ്മളിത് ആരും അധികം അതിനെ ഉപയോഗിക്കുന്നില്ലെന്ന് പറയണം. ശ്രുതി പറഞ്ഞു, ഇതൊക്കെ കഴിച്ചാലും നല്ല ആരോഗ്യം കിട്ടുള്ളൂ, അതുകൊണ്ടാന്ന് പറയാം. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങൾ. നിന്റെ ഭാര്യയ്ക്ക് ആരോഗ്യം ഉണ്ടാകാനായിട്ട് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണമല്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശ്രുതിയുടെ മുഖം അങ്ങോട്ട് മാറി. മുഖം അടിയേറ്റ പോലെ നിൽക്കുകയാണ്. ഈ സമയം സച്ചിൻ എന്താണ് പിന്നീട് മറ്റേ കിറ്റും കൂടെ പോയി തുറന്നു നോക്കണം. അതിനകത്ത് തുറന്നു നോക്കിയപ്പോൾ കുറെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ, കുറെ ക്രീമുകളും കാര്യങ്ങളും അങ്ങനെയല്ല. അതൊക്കെ 2,000 രൂപ മിച്ചമുണ്ട്. ഇതൊക്കെ ആർക്കാ? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്ന രേവതി എന്ന് ചോദിക്കണം. എനിക്കറിയില്ല, ഇതെന്താന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയണം. ഓഹോ, ചന്ദ്രമതി പറഞ്ഞു, എടാ ഇത് ശ്രുതിയുടെ അല്ല വന്ന് പറയണേ. ശ്രുതിയുടെ. ഇതെല്ലാം മുഖത്ത് വാരി തേക്കുന്നോണ്ടായിരിക്കും ഇപ്പോഴും ഇങ്ങനെ ഇരിക്കണല്ലേ. എന്റെ പൊന്നോ, ഇത് മൊത്തം പുട്ടിയുടെ പുറത്തുള്ള ഇരിപ്പല്ലേ, മുഖം കാണാൻ ഭംഗിയൊന്നും ഇല്ലല്ലേന്ന് ചോദിക്കണം. ശ്രുതിക്ക് എന്തേലും പറയാൻ പറ്റുമോ? ശ്രുതിയാണെങ്കിൽ പഴം പിഴിഞ്ഞതുപോലെ നിൽക്കുക. ശ്രുതി ഒന്നും മിണ്ടുന്നും കൂടി ഇല്ല.
ഈ സമയത്ത് സച്ചി പറഞ്ഞു, അതെ ഇതിനൊക്കെയുള്ള പൈസ കൊടുക്കാനായിട്ട് എൻ്റെ ഈ പൈസ ഇല്ലാന്ന് പറയാ. ഇതിനൊക്കെയുള്ള വേണമെങ്കിലേ നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞ് അവനോട് കൊടുക്കാൻ പറയണം. സുധീർ, നീ എന്താടാ പറയുന്നത്? മിണ്ടായിരിക്കും സച്ചി എന്ന് പറയണേ. മിണ്ടാതിരിക്കാണ് ഞാനാ? ഞാനെന്തിനും മിണ്ടായിരിക്കണം? അല്ലെ, നിന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം വേണമെങ്കിലേ അതിനുള്ള വസ്തുക്കളൊക്കെ നീ വാങ്ങിച്ചു കൊടുക്കണം, അല്ലാതെ എന്റെ പൈസയും കൊണ്ടല്ല നീ മേടിക്കണേന്ന് പറയണേ. ചന്ദ്രമതി, സച്ചി നീ എന്താ പറയണേന്ന് ചോദിക്കുക. ഞാൻ എന്താ പറയണേന്നോ? എന്താ പറയുന്നത് മനസ്സിലായില്ലേ? ഇനി അമ്മയ്ക്ക് അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ അങ്ങ് പൈസ എടുത്തു കൊടുത്തോ, എനിക്ക് കുഴപ്പം എന്തായിരിക്കുന്നത്. 4000 രൂപ എല്ലാ മാസം, ഇതിപ്പോ ആണ്ട് 7500 രൂപ, 3500 രൂപ കൂടുതലുണ്ട്. അതെ, എന്നെ കൂടെ പറ്റില്ല എന്ന് പറയാ. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, എടാ സച്ചി നീ മിണ്ടായിരിക്കുന്നുണ്ടോ? ആഹോ, അപ്പൊ ഇത് വാങ്ങിച്ചതും പോരാ, നീ എന്നെ പഠിപ്പിക്കാൻ പറ്റുന്നോ? ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ദേ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്തിനാ പ്രതി ഒരു പ്രശ്നം ഉണ്ടാക്കണേ? അത് ശ്രുതിക്ക് അറിയില്ലായിരുന്നല്ലോ. അറിയത്തില്ലെങ്കിലേ അതൊക്കെ ആരോടെങ്കിലും ചോദിക്കണം. അത് മാത്രല്ല, ഇത്ര മാത്രം വസ്തുക്കളൊക്കെ മേടിച്ച് ഇനി പൈസ കൊടുക്കുന്ന ആരാ? അച്ഛൻ അറിയാവോ? രാത്രിയിലൊന്നോ പകലൊന്നോ ഇല്ലാതെ ഞാൻ ഓടി നടന്ന് വണ്ടി ഓടിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഈ വീടിന് വേണ്ടി കിടന്ന് അതുപോലെ കിടന്ന് കഷ്ടപ്പെടുക. എനിക്കാണ് നല്ല ബാക്ക് പെയിൻ ഉണ്ട്. രേവതിയോട് ചോദിച്ചറിയാം. ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകുന്നില്ല. എന്താണെന്നറിയോ? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ അത്രയും പൈസയും കൂടെ ആവൂലോ എന്ന് ഓർത്തുണ്ട്. അങ്ങനെ ഞാൻ പിശുക്കി വെച്ച് ഓരോ ദിവസം തള്ളി നീക്കുവാ മുന്നോട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ വസ്തുക്കളൊക്കെ മേടിക്കുന്നത്. അച്ഛാ, എനിക്ക് എന്താ പൈസ ചെലവാക്കളയാൻ അറിയത്തില്ലാഞ്ഞിട്ടാണോ? അല്ല, അധ്വാനിക്കുന്നതിന്റെ അതിന്റെ വില അറിയത്തുള്ളൂ. അറിയാവോ? ഓരോ രൂപയും പോയി കഴിയുമ്പോഴത്തേനും അത് എത്രമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെന്ന് അറിയുമ്പോഴാ വില അറിയത്തുള്ളൂ. ഇതൊന്നും ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ എന്തിനാ ചെയ്ത് സഹിക്കുന്നേ? അവന് ജോലി ഉണ്ടല്ലോ, അവൻ വാങ്ങിച്ചു കൊടുക്കട്ടെ. പിന്നെ അവൻ എന്നും എന്തിനാ ജോലിക്ക് പോണേ? അവന്റെ ഭാര്യയുടെ കാര്യങ്ങൾ പോലും അവന് നോക്കാൻ പറ്റില്ലെങ്കിൽ അവൻ എന്തിനാ ജോലിക്ക് പോണെന്ന് ചോദിക്കുക. ഇത് കേട്ടത് സുധിയുടെ മുഖം അടി കൊണ്ട പോലെ. പെട്ടെന്ന് സുധി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതിയും സുധിയും വരെ ഞെട്ടിപ്പോയി. അതെ, ഈ പൈസയല്ലേ കൂടുതലായിട്ട് ഒന്ന് 3500 രൂപ, അത് ഞാൻ തന്നോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ശ്രുതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോടാം. ഈ സമയം ചന്ദ്രമതിയും സുധിയും കൂടെ മോളെ മോളെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം സുധി എന്നിട്ട് പറഞ്ഞു, നീ എന്ത് പരിപാടിയാണ് കാണിക്കാൻ പോണെന്ന് ചോദിക്കുകയാണ്. ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ശ്രുതി വായിനകത്തുനിന്ന് പൈസയും കൊടുത്തു. 3500 രൂപ എണ്ണ എടുത്തു. ശ്രുതി വേണ്ട, കൊടുക്കണ്ട, അതൊക്കെ അവൻ നോക്കിക്കോളും, അവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവനെടുത്ത് കൊടുത്തോളും, അതൊന്നും കുഴപ്പമുള്ള കാര്യമില്ല, നീ ഇപ്പൊ കൊടുക്കാനൊന്നും പോകണ്ട. ദേ ശ്രുതി മാറി നിൽക്കുക, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് നോക്കുകയാണ് അങ്ങോട്ട്. ആ നോട്ടത്തിൽ ശ്രുതി പിന്നെ നാണം കെട്ട് തല താഴ്ത്തി പോവാ. അവനൊന്നും മിണ്ടുന്നില്ല. ശ്രുതി പെട്ടെന്ന് ആ പൈസ എടുത്തിട്ടും കൂടെ വന്നിട്ട് പറഞ്ഞു, അതെ എനിക്ക് ഇച്ചിരി അഭിമാനമൊക്കെ ഉണ്ട് കേട്ടല്ലോ ശ്രുതി, എത്ര സമയം വെച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. ആ പൈസ കാണിച്ചിട്ട് പറഞ്ഞു, ഇതേ 3500 രൂപ പ്രശ്നമല്ലേ ഉള്ളൂ, ഈ പൈസ അങ്ങ് മേടിച്ചോളാൻ പറയാം. ചന്ദ്രമതി പെട്ടെന്ന് പറഞ്ഞു, മോൾ എന്തിനാ ഇങ്ങനത്തെ കാണിക്കാൻ പോയത്? അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല, ഇതൊക്കെ ഈ കുടുംബത്തിലേക്ക് മേടിച്ച് നിർത്തിപ്പോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ മേടിക്കുന്നത്, പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറഞ്ഞു, ശരിയാന്ന് പറയണം. ഈ സമയം ശ്രുതി പറഞ്ഞു, അതെ എനിക്ക് ഇച്ചിരി നാണമുണ്ട്, കാരണം ഇവിടെ കിടക്കുന്നു പറഞ്ഞോണ്ട് എപ്പോഴും ഇങ്ങനെ വേറെയുള്ളവരുടെ ചെലവ് കഴിയാൻ എനിക്ക് താല്പര്യമില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ ഇനി ഈ മാസം തൊട്ട് ഇനിയിപ്പോ ഈ വീട്ടിൽ ചെലവുകളൊക്കെ ശ്രുതിയും കൂടെ നോക്കിക്കോളും. അറിയാലോ, കൂടുതൽ പൈസ ഞങ്ങളായിരിക്കും തരാൻ പോകുന്നത്. ഇനി ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട ആർക്കും. ഞങ്ങളുടെ ചെലവ് നോക്കി വീട്ടിൽ ആകെപ്പാടെ കടവായി പ്രശ്നമായെന്ന് ആരും പറയണ്ടെന്ന് പറയാ. ഇത് കേട്ടതും സച്ചു കണ്ടോ, അവൾക്ക് എന്തൊക്കെയോ കാര്യമായിട്ട് വിവരമുണ്ട് ശ്രുതിക്ക്. അവള് പറഞ്ഞു കേട്ടോ, അവള് പറഞ്ഞ ന്യായമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ. ഈ സമയം ശ്രുതി ഇങ്ങനെ മിഴിച്ചിങ്ങനെ നിൽക്കണം, ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അവനെ നോക്കിയാച്ചാ, അവൻ നിൽക്കുന്ന കണ്ടില്ലേ, ഭാര്യയുടെ പുറയിൽ ഒളിച്ചോണ്ട്. എടാ നാണമില്ലാത്തവനെ, നീയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയടാ, പൈസ തരുന്ന നിന്റെ ഭാര്യ പറഞ്ഞു, നീ എന്താടാ പറയാത്തെ? നിനക്ക് ജോലി ശമ്പളമൊക്കെ ഉള്ളതല്ലേ, എന്നിട്ട് നീ എന്താടാ മറിഞ്ഞിരിക്കുന്നേ? ഓ, നിനക്ക് ഇങ്ങോട്ട് പൈസ തരാൻ അറിയത്തില്ലോ, അങ്ങോട്ട് മേടിച്ചല്ലേ ശീലമുള്ളൂ എന്ന് പറയാ. ഇത് കേട്ടതും ശ്രുതി ഇങ്ങനെ ശ്രുതിനെ ഒന്ന് നോക്കണം. ശ്രുതി പറഞ്ഞ, സച്ചിൻ നീ മിണ്ടലെന്ന് പറയാം. എടാ എന്തിനാടാ മിണ്ടലെന്ന് പറയണേ? നിന്റെ ഭാര്യ പോലും ഇത്രയും പറഞ്ഞിട്ട് നീ എന്തിനാടാ ഇങ്ങനെ മരങ്ങോടനെ പോലെ നോക്കിയിരിക്കുന്നത്? നാണം ഉണ്ടോടാന്ന് ചോദിക്കുക. എടാ ആണുങ്ങൾക്ക് ചേരുന്ന പരിപാടിയാണോ അത്? പണിയാണോ അത്? ഭാര്യയ്ക്ക് വേണ്ട സാധനങ്ങൾ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കണം, അല്ലാതെ എല്ലാവരുടെ മുന്നിട്ട് അവളെ ഇങ്ങനെ നാണം കെടുത്താനായിട്ട് ആണൊരുത്തരാണ് സമ്മതിക്കോടാന്ന് ചോദിക്കുക. ശ്രുതിക്ക് തല പെരുക്കുന്ന പോലെ തോന്നി. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ശ്രുതിക്ക് മിണ്ടാൻ പറ്റില്ല, ജോലിയില്ല, കൂലിയില്ല, എടുത്തു കൊടുക്കാൻ അവന്റെ വല്ല പൈസ വേണ്ടേ? എന്തെങ്കിലും കണിയുണ്ടെങ്കിലല്ലേ അവൻ എടുത്ത് കൊടുക്കത്തുള്ളൂ. ചന്ദ്രമതിക്കാണെങ്കിൽ തൊലി ഒഴിഞ്ഞ പോലെ ചന്ദ്രമതി നിൽക്കുന്നത്. ഈ സമയം ശ്രുതി പറഞ്ഞു, 3500 രൂപയല്ലേ ഇന്നാന്ന് പറഞ്ഞങ്ങ് നീട്ടുവാണ്. ചന്ദ്രമതി പെട്ടെന്ന് ഇടയിൽ കേട്ട് പറഞ്ഞു, ഏയ് വേണ്ട വേണ്ട, അതൊന്നും കൊടുക്കണ്ട, അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ പൈസ ഒന്നും അവൻ മേടിക്കില്ലെന്ന് പറയണം. പെട്ടെന്ന് സച്ചു പറഞ്ഞു, ആര് പറഞ്ഞു മേടിക്കില്ലാന്ന്? പൈസ ഇങ്ങോട്ട് വരാൻ പറയണം. അങ്ങനെ അങ്ങ് മേടിച്ചിട്ട് എണ്ണി നോക്കണം. കൊള്ളാം, ഇനിയേ ഇതുപോലെ തന്നെ എന്നും വേണമെന്ന് പറയണം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇനി മേലാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു പോലെന്ന് പറയണം. സച്ചി പറഞ്ഞതേ, എല്ലാ മാസവും ഇങ്ങനെ അധിക ചെലവാണെങ്കിൽ ഞാൻ കണക്ക് പറയും, എനിക്ക് കണക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല, അത് അധിക ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തരണമെന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇനി ഇപ്പം ഞങ്ങൾക്ക് ആരുടെയും ചെലവിൽ കഴിയാൻ താല്പര്യമില്ല.
പറഞ്ഞു കേട്ടല്ലോ, ഞങ്ങൾക്കുള്ള പൈസ ഞങ്ങൾ കൃത്യമായിട്ട് തന്നിരിക്കും, ഏറ്റവും കൂടുതൽ വിധം ഞങ്ങളായിരിക്കും തരുന്നേ, മനസ്സിലായെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാന്ന് പറയണം. ശ്രുതിക്ക് വല്ലാത്ത ടെൻഷനായി. ശ്രുതി ഇപ്പൊ കരയുന്ന പോലെ നിൽക്കുന്നേ. രേവതിക്കും വിഷമമായി. കാരണം എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ പറയണേ. ശ്രുതി അത്രയും പറഞ്ഞിട്ട് പോലും ശ്രുതി ഒരു അക്ഷരം പോലും മിണ്ടാതെയാ നിൽക്കുന്നേ. ഈ സമയത്ത് ചന്ദ്രമതിക്കും എന്ത് പറയാൻ മറുപടി പറയണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി പോവാ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, നിനക്ക് തൃപ്തിയായാലോ അല്ലേന്ന് ചോദിക്കണം. എന്തിന്? അതെ, അവന്റെ ഭാര്യയ്ക്ക് വേണം, അവൻ മേടിച്ചു കൊടുക്കട്ടെ. ഈ സമയം ശ്രുതി അങ്ങോട്ട് ശ്രുതി എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ശ്രുതി അവിടെ നിന്ന് കരയുവാണ്. വിരമിച്ചു, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണമെന്ന് ചോദിക്കാൻ. ഒരക്ഷരം പോലും മിണ്ടിപ്പോയക്കില്ല. അത്ര അവിടെ ഇട്ട് എന്നെ പറഞ്ഞിട്ടും ശ്രുതി ഒരു അക്ഷരം മിണ്ടിയോ? പറഞ്ഞില്ലോ. ഇനിയിപ്പോ സുധീനെ പറഞ്ഞു പോട്ടെ, എന്നെ പറഞ്ഞപ്പോഴെങ്കിലും ഭർത്താവ് എന്ന നിലയിൽ എന്തെങ്കിലും അത് പ്രതികരിച്ചോന്ന് ചോദിക്കാം. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ലേ. മിണ്ടാതിരിക്കാൻ പറഞ്ഞു 2-3 വട്ടം, അത് മാത്രം പറഞ്ഞു. സുധിയുടെ വായിന്ന് ആകെപ്പാടെ വീണ വാക്ക് അതാണ്. അല്ലാതെ ഒരക്ഷരം പോലും മിണ്ടിയോ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, സുധിക്ക് ഇവിടെ സ്വന്തം ഒരു തീരുമാനമില്ല, ഒരു കാര്യങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഇത്രയും കാലം ഇവിടെ വന്നപ്പോൾ തൊട്ട് രേവതി പറയുന്നത് കേൾക്കുന്ന എന്റെ ഭർത്താവിന്റെ ചെലവെന്ന്. ഇപ്പൊ എനിക്കത് മനസ്സിലായി എന്താന്ന്. അതെ, ഇനി അടുത്ത മാസം മുതൽ സുധിയുടെ ചെലവേ വേണം ഇവിടെ കുടുംബം മുന്നോട്ട് പോകാനായിട്ട്. മനസ്സിലായല്ലോ? സുധിക്ക് ഇടുന്ന ശമ്പളം മുഴുവൻ വീട്ടിലേക്ക് ചെലവായിക്കണമെന്ന് പറയാം. സുധി പെട്ട് നിൽക്കുക. അപ്പോഴാണ് ചന്ദ്രമതിയുടെ വരവ്. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അതെ, അവൻ അങ്ങനെയൊക്കെ പറയും മോളെ, നീ അന്ന് കാര്യമാക്കി എടുക്കണ്ട. അവന്റെ സ്വഭാവം അറിയാലോ, കുടിയനാന്നേ, മദ്യപാനിയാ, ചില സമയത്ത് വല്ല ബോധം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അമ്മേ, എത്രയാന്ന് പറഞ്ഞാലും സച്ചിയല്ലേ ഇവിടുത്തെ ചെലവുകൾ നടത്തുന്ന ആൾക്കാർക്കായിരിക്കും വീട്ടിൽ മുൻതൂക്കം കൂടുതൽ. അറിയാലോ, സച്ചി പറയുന്ന അനുസരിച്ച് മുന്നോട്ട് പോളി ഈ കുടുംബം. അതുകൊണ്ട് അതിന്റെ കാര്യമില്ല. സുധി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ പൈസ കൊടുത്തേ മതിയുള്ളൂ. അടുത്ത മാസം മുതൽ സുധിക്ക് കിട്ടുന്ന പൈസ സുധി കൊടുക്കണമെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു, അത് മോളെ ഞാൻ എന്താ കുഴപ്പം? അതെ, സുധിയുടെ പൈസ വേണ്ട, ഇവിടെ ആർക്കും വീട്ടിലേക്ക് ചെലവാക്കിയാൽ മതി എന്ന് പറയാണ്. ഈ സമയം സുധി ആ പട പെട്ടിരിക്കുക. സുധി പെട്ടെന്ന് പറഞ്ഞു, അമ്മേ ഞാൻ പോട്ടെ എന്ന് പറയണേ, എനിക്ക് ഇച്ചിരി ജോലിയുണ്ട് കാർ ഷോറൂമിൽ എന്ന് പറയാണ്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് തടി ഊരാൻ നിർത്ത് പോകാൻ തുടങ്ങണം. പെട്ടെന്ന് പറഞ്ഞിടാ, നീ ഇവളോട് പറഞ്ഞിട്ട് പോടാന്ന് പറയണം. ശരിയെന്നും പറഞ്ഞോണ്ട് ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ശ്രുതിയോട് പറയാ. ശ്രുതി മൈൻഡ് ചെയ്തില്ല. പെട്ടെന്ന് ബാഗ് എടുത്തോണ്ട് ഇറങ്ങാൻ നോക്കിയപ്പോ ചന്ദ്രമതി ചോദിച്ചു, എടാ നീ ആരുടെ ബാഗ് എടുത്തോണ്ടാ പോന്നേ? ആ ശ്രുതിയുടെ ബാഗാ. ഓ, അത് തിരക്കിനിടയ്ക്ക് ഞാൻ ആ കാര്യം കൂടെ മറന്നുപോയെന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം ബാഗും പോയി എടുത്തോണ്ട് ഓടി താഴേക്ക് ഇറങ്ങുവാണ്. ഓ, രക്ഷപ്പെട്ട് ഭഗവാനെ. ദൈവമേ, ഇനി എങ്ങോട്ട് പോകും? ജോലിയില്ല കൂലിയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ പ്രതികരിക്കും? ആകെപ്പാടെ സമനില തെറ്റിപ്പോലെയായി ശ്രുതിക്ക്. ഈ സമയം ചന്ദ്രമതി ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, അവനാണെങ്കിൽ പാവം മോളെ, അവന്റെ സ്വഭാവം അങ്ങനെയാ, ആരോട് ദേഷ്യപ്പെടാൻ പോലും അവനെ അറിയത്തില്ല. അതുകൊണ്ട് അവന്റെ അനിയനോട് പോലും ഒന്നും പറയാതിരുന്നേ. മനസ്സ് നന്മയുള്ളവനാട്ടോ. മോള് ഒരു കാരണവശാലും അവനെ ചീത്തയൊന്നും പറയരുത്, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയണേ. എനിക്കറിയാമേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ തന്നെ കേട്ടില്ലേ അവരെന്തൊക്കെ വിളിച്ചു പറഞ്ഞേ? സുധി ഒരു അക്ഷരം മിണ്ടിയോന്ന് ചോദിക്കാം. പോട്ടെ മോളെ, ഈ അമ്മയല്ലേ പറയണേ. എന്റെ വീട്ടിൽ എന്റെ അച്ഛനും അമ്മയും പോലും ഇന്ന് വരെ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. അതെനിക്കറിയാലോ, മോളുടെ അച്ഛൻ കോടീശ്വരനല്ലേ, ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അതേപോലും കോടീശ്വരൻ തന്നെ ആരുമല്ല, അച്ഛനില്ല എന്നുള്ള കാര്യം പോലും ചന്ദ്രമതിക്ക് അറിയത്തില്ലോ. ഈ സമയം ശ്രുതി ഒന്ന് അടങ്ങി, എന്തേലും ആട്ടെ എന്നോർത്തോണ്ട് ശ്രുതി ഒന്നും മിണ്ടായിരിക്കണം. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് വന്നപ്പം രേവതിയും സച്ചിയും അവിടെ വർത്താനം പറഞ്ഞിട്ടിരിക്കുന്നവരായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിക്കണം. നീ സച്ചിനെ എരിവരി കയറ്റി കൊടുത്തല്ല എങ്ങനെയൊക്കെ, ഒരു സാധനം പോലും വാങ്ങിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് രേവതിയോട് ദേഷ്യപ്പെടുവാണ്. പിന്നീട് പറഞ്ഞു, ഈ വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നീയൊക്കെ എങ്ങനെ കഴിക്കും, ഞാൻ ഇന്ന് കാണട്ടെ എന്ന് പറയാം. ഇത് കേട്ടതും സച്ചി പറഞ്ഞു, അതിനാണോ കുഴപ്പം? രേവതി പറഞ്ഞു, അതെ, ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം സച്ചേട്ടെന്ന് പറയാം. വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പുറത്തുനിന്ന് കഴിക്കാന്ന് പറയണേ. പുറത്തുനിന്നോ? അതെ, പുറത്തുനിന്ന് കഴിക്കാം. അതെ, അച്ഛൻ എന്തെങ്കിലും വേണേ പറഞ്ഞാൽ മതി, മേടിച്ചോണ്ട് വരാന്ന് പറയണം. ചന്ദ്രമതി കിട്ടാ അത് 8ന്റെ പണിയാണ് കിട്ടിയത്. നീ ഇപ്പോൾ റെഡി ആയിട്ട് വരാൻ പറയണം. അത് ഞാൻ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് പോവാണ്. അങ്ങനെ രേവതി പോയി റെഡി ആയിട്ട് വന്നു. സച്ചി രേവതിയും കൂടെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും കൂടെ പോവാ. ചന്ദ്രമതി ഓർത്ത് ഇനി ഇവരെ തോൽപ്പിക്കാൻ ഓർത്തിരുന്നാണ്. അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ സംസാരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, എന്നാലും അത്രയൊന്നും പറയണ്ടായിരുന്നു ശ്രുതിയോട്, അവൾക്ക് നല്ല വിഷമമായെന്ന് പറയണം. അത്രയെങ്കിലും പറയാതെ പിന്നെ എന്റെ കഷ്ടപ്പാട് ഇവരല്ലോ അറിയുന്നുണ്ടോ, ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഓരോ ദിവസം ചെല്ലുന്തോറും കടം കൂടി വരുക, കുറയുന്നില്ല. അതെങ്ങനെ വീട്ടിൽ നിന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആണ്ടെ ഓരോ പ്രശ്നങ്ങൾ അടുത്തടുത്തായിട്ട് വന്നുകൊണ്ടിരിക്കുക. എനിക്ക് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയാം. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ, അല്ലാതെ പറയണമെന്ന് ഓർത്ത് പറഞ്ഞല്ലെന്ന് പറയും. അത് പോട്ടെ, ഇനിയിപ്പൊ അതേക്കുറിച്ച് ഓർത്ത് ഇനിയിപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, പോട്ടെ എന്ന് പറയാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, അല്ല നിനക്ക് എന്ത് ഫുഡ് വേണമെന്ന് ചോദിക്കണേ. എനിക്ക് എന്താളും കുഴപ്പമില്ല, എന്താളും വാങ്ങി തന്നാൽ മതി, അച്ഛനും കൂടെ ഉള്ള വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് പറയാണ്. കാരണം ചന്ദ്രമതി ആ വീട്ടിൽ ഇരുന്നിട്ട് ഒരു പച്ചവെള്ളം പോലും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ ഇരുന്നത് മാത്രം എടുത്ത് കഴിച്ചല്ലാതെ വേറെ ഒന്നും അടുക്കള കയറി ഉണ്ടാക്കുക പോലും ചെയ്തില്ലായിരുന്നു. അപ്പം വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ.
വേണമെങ്കിൽ ഇനി ശ്രുതിക്കുള്ള അവരുണ്ടായിക്കോട്ടെ എന്നൊരു രീതിയാണ് സച്ചിക്ക്. തന്റെ ഭാര്യ മാത്രം ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമല്ലോ. അതുകൊണ്ടാണ് രേവതിനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത്. ഈ സമയത്താണ് നേരെ ആദിയുടെ അമ്മ വിമലയും കൂടെ നടന്നു പോവായിരുന്നു. കാരണം ആദിനെ അവന്റെ ശ്രുതിയുടെ അടുത്തേക്ക് ഒന്ന് ആക്കാൻ വേണ്ടി വരുന്ന വരവായിരുന്നു. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആക്കാൻ വേണ്ടി വരുന്ന വരവായിരുന്നു. ആ സമയത്ത് അവർക്ക് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പൊ നാളെ ഉച്ചയ്ക്ക് പറയുന്ന വിശേഷങ്ങൾ നമുക്കറിയാം എന്താ സംഭവിച്ചെന്നൊക്കെ. അപ്പൊ ഇന്നത്തെ വിശേഷം കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് കാണാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.